ഏകദേശം പറഞ്ഞാൽ 2 വർഷം മുൻപേ മലയുടെ മുകളിൽ പെട്ടുപോയിട്ട് ലാസ്റ്റ് ഇന്ത്യൻ സൈന്യം തന്നെ വന്ന് രക്ഷിക്കേണ്ട ഒരവസ്ഥ വന്ന ബാബു എന്ന് പറഞ്ഞ ഒരാളെ അറിയാവുന്നതായിരിക്കും. മിക്ക മലയാളികൾക്കും അറിയായിരിക്കും. പുള്ളിക്കാരനെ അറിയാത്തതായിട്ട് അങ്ങനെ അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള കാര്യം ആ ഒരു സമയത്ത് അത്രയും വൈറലായ ഒരു ന്യൂസാണ് ഈ ബാബു മലയുടെ മുകളിൽ പെട്ടുപോയ ബാബുവിന്റെ ആ ഒരു സംഭവം. അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഈ ബാബു നല്ല വൈറലായി, എല്ലാവരും പൊക്കിക്കൊണ്ട് കടന്ന് ഓരോ ചാനലിനകത്ത് കൊണ്ടുപോകുന്നു, അതേപോലെ ഓരോരുത്തര് ഓരോ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, അങ്ങനെ ആ ഒരു സമയത്ത് പുള്ളിയായിരുന്നു അന്നത്തെ സ്റ്റാർ എന്ന് തന്നെ പറയാം. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബാബുവിന്റെ ലൈഫിനകത്ത് ഉണ്ടായ പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും, അതായത് ഒരാൾ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന് എങ്ങനെയൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും, പല രീതിക്ക് പോസിറ്റീവായിട്ട് നമ്മളെയൊക്കെ ബാധിക്കും. കാര്യം നമ്മൾ കാണുമ്പോഴത്തേക്കും, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ഒരുപാട് പേര് തിരിച്ചറിയും. അതേപോലെ നമ്മളെ ഈ TV പരിപാടിനകത്തേക്ക് വിളിക്കില്ല, അങ്ങനത്തെ കുറേ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളെ ഹിറ്റ്. പക്ഷേ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ബാബു എന്ന് പറയുന്നത്. ഈ ബാബുവിന്റെ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ് വൈറലായതിന്റെ മാത്രമല്ല, കുറേയൊക്കെ പുള്ളിക്കാരെ കയ്യിലിരിപ്പും കൂടെ കൊണ്ടിട്ടാണ് ബാബുവിന്റെ ആ ഒരു ജീവിതം തന്നെ അങ്ങ് മാറിയതെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ ബാബുവിന്റെ തന്നെ പല ന്യൂസുകളും പുറത്തു വന്നിട്ടുണ്ടായി. അതായത് വാഗ്ദാനങ്ങൾ കൊടുത്ത ആരും പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. പിന്നെ ഈ TV-നകത്ത്, അതായത് പരിപാടിനകത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവര് ബാബുവിനെ യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിക്ക്, അതായത് പുറത്തിറങ്ങുമ്പോഴൊക്കെ നിനക്ക് ഭയങ്കര കാശൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടിയല്ലേടാ, എന്നിട്ട് നീ ഇപ്പോഴും കടമുള്ള എന്നൊക്കെ ഉള്ള രീതിക്കുള്ള പല കമന്റുകളും കാര്യങ്ങളൊക്കെ ഈ ബാബുവിന് കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നെന്ന് ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂവിനകത്ത് കാര്യങ്ങളിനകത്തൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാബുവിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അതായത് അന്ന് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് രക്ഷിച്ച ബാബു ഇന്ന് വെള്ളം അടിച്ച് ഫുള്ള് എല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കി തല്ലുന്നേക്ക് ഒരു വീഡിയോയൊക്കെ അന്ന് വൈറലായിരുന്നു കുറച്ചാൾ മുന്നേ. അപ്പൊ ഈ ഒരു വീഡിയോയൊക്കെ ഇറങ്ങിയ സമയത്ത്, അതായത് ബാബുവിന്റെ ജീവിതം എന്ന് തന്നെ ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിനകത്ത് ഈ ബാബുവിന്റെ ഉമ്മ, ഇപ്പൊ നമ്മൾ നിലവിൽ ഈ ഒരു വിഷയമായിട്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ബാബുവിന്റെ ഉമ്മയും അതേപോലെ ബാബുവിന്റെ സഹോദരനും ഒരു ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ള രീതിക്ക്, അതായത് അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിക്കുള്ള ന്യൂസാണ് കഴിഞ്ഞ ദിവസം വന്നേച്ചത്. അപ്പൊ ആ ഒരു ന്യൂസാണ് ഇന്നത്തെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ബാബുവിന്റെ ഉമ്മ ആ ഒരു സമയത്ത്, ബാബു ഇങ്ങനെ വയലന്റ് ആയിട്ട് കുറെ ഇങ്ങനെ ഫ്രണ്ട്സിനേക്ക് ഇട്ട് തല്ലുന്ന ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ബാബുവിന്റെ ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു. എന്താ വെച്ചാൽ അവന് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ ചാനലിൽ പോയി, 2 ചാനലിൽ പോയി, നിനക്ക് എത്ര കോടികൾ കിട്ടിയോ, ലക്ഷങ്ങൾ കിട്ടിയോ, നിനക്ക് സ്ഥലം തരാ പറഞ്ഞു, നിനക്ക് വീട് തരാ പറഞ്ഞു, അത് കിട്ടിയോ, നീ ഇങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് നടക്കുകയല്ലേ, നിനക്ക് എന്ത് കിട്ടി, എന്താണ് ഇവന് ഒരുപാട് പ്രശ്നം ഇവൻ ഫെബ്രുവരി തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ഥലം കിട്ടിയോ, നിങ്ങൾക്ക് വീട് കിട്ടിയോ, നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിയല്ലോ, 2 ലക്ഷം രൂപ കിട്ടിയല്ലോ, എന്ത് ചെയ്തു? ആകെ തന്നത് ഈ കമ്പനിക്കാർ നമുക്ക് 50,000 രൂപ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നാൽ തന്നാണ്. അത് നമ്മൾ ചോദിച്ച് തന്നതല്ല, അവന് വേണ്ടിയിട്ട് അവർ തന്നാണ്. ഇതിനെയൊക്കെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ അവൻ കഞ്ചാവാണ് പറയുക. എൻ്റെ മകന് കഞ്ചാവ് എന്താന്ന് പോലും അറിയില്ല. പിന്നെ മദ്യം കഴിക്കാത്ത ഒരു വ്യക്തികളില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ ഡെയിലി ഞങ്ങൾ ആയിരക്കണക്കിന് കുപ്പികൾ പെറുക്കണം നമ്മൾ കാണുന്നതാണ്. അപ്പം നമ്മൾ മദ്യം കഴിക്കാത്ത ഒരു മനുഷ്യരില്ല, കഴിക്കും, സ്വാഭാവികമാണ്. അത് കുട്ടികൾ ഒരു ഫ്രണ്ട്സിൻ്റെ പുറത്ത് കഴിച്ചു. ഇവിടെ എത്രയും ആൾക്കാരോട് നമ്മൾ നല്ലത് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ മോശമാക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ബാബുവിന്റെ ഉമ്മ പറയണ കേട്ടാൽ തന്നെ നമുക്ക് ആ ഒരു പുള്ളിക്കാരി പറയണേന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. കാര്യം പുള്ളിക്കാരി അത് ഈ ബാബു എന്ത് ചെയ്താലും അതിനെല്ലാത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉമ്മയാണ് ഈ ബാബുവിൻ്റെത്. അപ്പൊ ബാബു അവിടെ ചെയ്തതിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല കേട്ടോ. കാര്യം ഈ മദ്യവെച്ച് ലെക്ക് കേട്ടിട്ട് ഫ്രണ്ട്സിനെ തല്ല, അതേപോലെയുള്ള പരിപാടിയൊക്കെയാണ് പുള്ളി അവിടെ ചെയ്തത്. അതേപോലെ ബാബുവിന്റെ ആ ഒരു അങ്ങനെ എന്തൊക്കെ ചെയ്താലും ബാബുവിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉമ്മയാണ് ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ബാബുവിന്റെ ഉമ്മ പറയുന്ന പല കാര്യങ്ങളുണ്ട്, അതായത് മോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കാം. അതായത് എല്ലാവരും മദ്യപിക്കാത്തതായിട്ട് ആരുമില്ല, എത്ര പേരുണ്ട് മദ്യപിക്കാത്തതായിട്ട്. അപ്പൊ അതിനോടൊന്നും ഞാൻ യോജിക്കല്ല. അപ്പൊ ഈ ബാബുവിന്റെ ഉമ്മയുടെ ആ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് എന്ത് മകൻ ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉമ്മയാണ്. അതായത് ഭൂരിഭാഗം ഉമ്മകൾ അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എല്ലാ ഉമ്മമാരും അങ്ങനെയാണെന്നല്ല, ബാബുവിന്റെ ഉമ്മ അങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ബാബു എന്തൊക്കെ ചെയ്താലും അതെല്ലാം അതിന് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഉമ്മയ്ക്കും അത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതായത് ബാബുവിന്റെ ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം ബാബുവിനെ പറ്റി ന്യൂസുകളൊന്നും ഉണ്ടായില്ല. പിന്നെ അറിഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബാബുവിനെ ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. ബാബു ഒരു വീട്ടിൽ കയറി, അതായത് ഈ ഉമ്മയുടെ തന്നെ ഫാമിലിനകത്തുള്ള ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ ഗ്യാസ് തുറന്നു വിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിക്കുള്ള ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു ന്യൂസും കൂടെ നമുക്കൊന്ന് കണ്ടു. വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എന്ന വാർത്ത പുറത്തുവരികയാണ്. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടുമാണ് പരാക്രമം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പാലക്കാട് ചേറോട് മലയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ശ്രദ്ധേയനായ ബാബുവിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ ബാബുവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തുവരുന്നത് കാനിക്കുളത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ ബാബു ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. അങ്ങനെയാണ് ബാബുവിന്റെ പരാക്രമം ഉണ്ടായത്. ഓക്കെ, അപ്പൊ വന്ന് ഈ ബാബു എന്ന് പറയുന്നത് ഒരു പൊതു ശല്യം പോലെ. കാര്യം ആൾക്കാർക്കൊക്കെ ഭയങ്കര രീതിക്കുള്ള ശല്യമായിട്ട് ഈ ബാബു എന്ന് പറഞ്ഞ ആള് മാറി. കാര്യം അന്ന് ഈ ഒരു പുള്ളിക്കാരനെ രക്ഷിച്ച് ഈ ഒരു സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ പുള്ളി ഭയങ്കര പഞ്ചഭാവത്തിന്റെ പോലെയൊക്കെ ഇരുന്നെങ്കിലും പിന്നെയാണ് പുള്ളിയുടെ തനി സ്വഭാവമൊക്കെ പുറത്തു വരുന്നതും. അതേപോലെ ഇവിടെ പറയണതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും പുള്ളി ഇവിടെ ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥേനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഉമ്മയുടെ വീട്ടുകാരുടെ ഒരു വീട്ടിനകത്ത് കയറിയിട്ടാണ് ഈ പറഞ്ഞ ഭീഷണിയും കാര്യങ്ങളും ഗ്യാസ് തുറന്നു വിടലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായത്. അപ്പൊ എന്തോ ഭാഗ്യത്തിനാണ് അന്ന് അവർക്കൊന്നും സംഭവിക്കാണ്ടൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത്. എന്നിട്ട് ബാബുവിനെ അവിടെ നിന്ന് പിന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്ന്. അപ്പൊ ഈ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ബാബു കയറിയെന്ന് പറഞ്ഞാൽ ഈ ഉമ്മയുടെ ബന്ധുവിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ബാബു ഉമ്മയായിട്ട് അങ്ങനെ തെറ്റുന്ന ഒരു അവസ്ഥ വന്ന്. പിന്നെ ബാബുവിന് ഇവർ രണ്ട് വീട്ടിനകത്തായി പിന്നെ താമസം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഈ ബാബുവിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിനകത്ത് ഈ ഉമ്മയ്ക്ക് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഉമ്മയ്ക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അവസാനം ഇത് സഹിക്കാൻ പറ്റാണ്ടാണ് ഇവർ രണ്ടുപേരും പോയി ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിനകത്തേക്ക് ഒരു ഫാമിലിനെ തന്നെ എത്തിച്ചു. ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്? പുള്ളി ആ മലയെ പെട്ട് വൈറലായി ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട്. അപ്പൊ ഈ ഒരു വൈറലാവുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെയും പല കാര്യങ്ങളും നടക്കാം. അപ്പൊ ഈ ബാബുവിന്റെ ഈ ഒരു ലൈഫിനകത്ത് നടന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഈ വൈറലിനെ മാത്രം പറയാൻ പറ്റില്ല, ബാബു എന്ന് പറഞ്ഞ ആളുടെ കയ്യിലിരിപ്പും ഇതിനകത്ത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വൈറലാവുന്നവർ ഈ ഒരു സൈഡും കൂടെ ഇതിന്റെ ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ബാബുവിന്റെ ഉമ്മയുടെ സഹോദരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു. ഇവർക്ക് മാനസിക പ്രയാസങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. ഈ ബാബുവിന്റെ ആ മല കയറിയതിന് ശേഷമുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഇടയ്ക്ക് നിങ്ങൾ തന്നെ കണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ഉമ്മയും മകനൊക്കെ താഴെയുള്ള ഷാജിയും മാനസികപരമായിട്ട് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള പ്രയാസങ്ങളും മറ്റും കാര്യങ്ങളും അത് അവരെ മാനസികപരമായിട്ട് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. മറ്റു ജോലിക്ക് പോകുന്നവരെയൊക്കെ ഇത് അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അത് നടന്നിട്ടുണ്ട്. അങ്ങനെ അവർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പിന്നെ അതുണ്ടായി. ഓക്കെ, പുള്ളി പറയുന്നതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ വന്ന് ഈ ബാബുവിന്റെ ഉമ്മയ്ക്കും അവരെ വീട്ടുകാർക്കൊക്കെ. കാര്യം ഈ ഒറ്റ റീസൺ ആണ് ഈ ബാബു എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരന്റെ ഈ ഒരു കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇത്രയും ഗുരുതരമായിട്ട് അവരുടെ ലൈഫിനെ തന്നെ, അതായത് അവരുടെ വീട്ടുകാരുടെ ലൈഫിനെ തന്നെ ഡേഞ്ചറിനാണ്. കാര്യം അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി ഈ ബാബുവിന്റെ ഈ ഒരു സംഭവം കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞ ഈ ബാബു അന്നത്തെ ആ ഒരാളല്ല ഇന്നത്തെ ആള്. ചിലപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല. എന്ത് അവസ്ഥയിനകത്താണ് പുള്ളി മലയിനകത്ത് കുടുങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇതിന്റെ അടിയിലൊക്കെ കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായി. കാര്യം ഇവനെ രക്ഷിക്കേണ്ടായിരുന്നു, മയക്കുമരുന്ന് അടിച്ച് മലയുടെ മുകളിൽ കയറിയതാണ്, അങ്ങനത്തെ പല കമന്റുകളും ഇതിന്റെ അടിയിൽ വരുന്നുണ്ടായി. ഈ രക്ഷിച്ചവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ്, അതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യം. അതൊന്നും തന്നെ മണ്ടത്തരമാണ്. കാര്യം അങ്ങനെ ഒരാളവിടെ കുടുങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി. അതായത് രക്ഷാദൗത്യത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതവർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളവരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട. അന്ന് ആ ഒരു സമയത്ത് എല്ലാവരും അവരെ അപ്രിഷിയേറ്റ് ചെയ്യാനേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ബാബുവിന്റെ ഒരു കേസൊക്കെ വരുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്നത്. ഇവരൊരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം അവരുടെ പണിയാണ് അവർ ചെയ്തത്. അല്ലാതെ അത് അവരുടെ ഭൂമിശാസ്ത്രവും അവരുടെ എല്ലാ ജീവചരിത്രവും നോക്കിയിട്ടല്ല ഒരാളെ നമ്മൾ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. കാര്യം അവരുടെ പണി അതാണ്, അവർ രക്ഷിക്കുക. അപ്പൊ ഇനി ഒരാളവിടെ പെട്ടുപോയാലും അവർ രക്ഷിക്കുമ്പോൾ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണം. അപ്പൊ എനിക്ക് ഈ ബാബുവിന്റെ കേസിനകത്ത് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.